ലിക്കരയിൽ നോക്കാൻ 2009 UDF, മൂന്ന് പ്രാവശ്യം UDF തന്നെ, 3 തവണയും കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് അതുകൂടി നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു അല്ലെ? മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ വരാവുന്നത്, ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ എന്തൊക്കെയാണ് മാവേലിക്കരയുടെ വിഷയങ്ങൾ? വളരെ വിശാലമായി എതിർപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി ഇൻകംബൻസിയാണ് അത്. മത്സര രംഗത്തെ പുതുമുഖം അരുൺകുമാർ എന്ന ഫ്രഷ് ഫേസ്, BDJS വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ളത്, ജാതി സംഘടനകളുടെ നിലപാട്, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മാവേലിക്കരയിൽ ഘടകങ്ങളായി വർത്തിക്കാം. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുമൊക്കെ സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ആരൊക്കെയാണ് നമുക്കൊപ്പം? AK സ്റ്റെഫിനുണ്ട്, പിന്നെ പൂജാലക്ഷ്മി അല്ലേ? എന്തായാലും സ്റ്റെഫിനിലേക്ക് പോവാം. സ്റ്റെഫിൻ, എന്താണ് മാവേലിക്കരയെ സംബന്ധിച്ച് വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ തോന്നുന്നു? ആ മാവേലിക്കരയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ എന്താണ് അവസ്ഥ? മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും കൊടിക്കുന്നിലിൻ്റെ നേട്ടവും കോട്ടവുമായിട്ട് നമുക്ക് പറയാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ ഇത്രയധികം തവണ ജയിച്ച ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു പുതുമുഖമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം മുഖം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതാണ് കൂടുതലും LDF ക്യാമ്പ് കൂടുതലും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം കൊടിക്കുന്നിലിന് നേട്ടമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ചെന്നാൽ വ്യക്തിബന്ധങ്ങളുണ്ട്. കൃത്യമായി ഒരാളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ കൊടിക്കുന്നിൽ ഇതിനോടകം തന്നെ പാർട്ടി മെഷീനറിക്ക് അപ്പുറത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം കൊടിക്കുന്നിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2009 ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം 2009, 2014, 2019 ഈ 3 തെരഞ്ഞെടുപ്പിലും കൃത്യമായ ഒരു വോട്ട് ഷെയർ കൊടിക്കുന്നിലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 2009 49% ആയിരുന്നുവെങ്കിൽ 2014 അത് 45% വരുന്നു. അതിനുശേഷം 2019 ആ 45% തന്നെ നിൽക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് LDFിലും അല്ലെങ്കിൽ NDAയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ വോട്ട് ഷെയർ LDFിൽ കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ തവണ ചിറ്റയെ മത്സരിച്ചപ്പോഴും മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വോട്ട് ഷെയർ കുറഞ്ഞ് 39%-ലേക്കൊക്കെ എത്തുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വോട്ട് ഷെയർ കൊടിക്കുന്നിൽ ആ മണ്ഡലത്തിൽ കൃത്യമായി തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ജാതി സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധം, ഈ കുട്ടനാട് മുതൽ ഇങ്ങ് പത്തനാപുരം വരെ കിടക്കുന്ന ഈ മേഖലകളിലെല്ലാം തന്നെ വിവിധ തരത്തിലുള്ള റബ്ബർ കർഷകരുണ്ട്, നെൽകർഷകരുണ്ട്, അതോടൊപ്പം അങ്ങനെ ഓരോ കാർഷിക മേഖലകൾ, അതോടൊപ്പം തന്നെ ഓരോ ജാതി സംഘടനകൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ മേഖല, പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കുമൊക്കെ വ്യക്തമായ സ്വാധീനമുള്ള മേഖലയാണ്. പെന്തിക്കോസ്ത് വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ സ്വാധീനമുള്ള മേഖലയാണ്. ദളിത് വിഭാഗങ്ങൾക്ക് സ്വാധീനമായ ഉള്ള മേഖലയാണ്. ഇവിടെ എല്ലാം തന്നെ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കൊടിക്കുന്നിലിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവത്വമാണ് കൊടിക്കുന്നിലിനെതിരെ മത്സരിക്കുന്നത്. പല 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 ഘടകങ്ങളോടെ വർക്ക് ചെയ്യുന്നുണ്ട്. പൂജ കുന്നിക്കോടും പത്തനാപുരത്തും ഒക്കെ ആരാണ് മുമ്പിൽ? അതെ, ഒരു തരംഗം അരുൺകുമാറിലേക്ക് മാറുമോ എന്നുള്ളൊരു സംശയം ഇല്ലാതെ ഇല്ല. ഞാൻ നമ്മുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം 3 സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും 3 ക്യാമ്പും അവർ അത്രത്തോളം ആവേശത്തിലാണ് എന്ന് തന്നെ പറയാം. ശരിക്കും ഏത് വിധത്തിലാണ് KB ഗണേഷ് കുമാർ LDFിന് വേണ്ടിയിട്ടുള്ള വോട്ടുകൾ അവിടേക്ക് മാറുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൊടിക്കുന്നിൽ സുരേഷുമായി സംസാരിച്ചപ്പോൾ പറയുന്നത്, ഇത്തവണയും മാവേലിക്കര എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമെല്ലാം തന്നെ കാർഷിക മേഖല ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. കശുവണ്ടി മേഖല, അങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നമെല്ലാം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എടുത്തു കാണിക്കപ്പെടും എന്ന് വീണ്ടും പറയുകയാണ്. തങ്ങളുടെ കൂടെ ഉണ്ടാകാം. അരുൺകുമാറിനടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എതിരെ നിൽക്കുന്ന ആള് ചില്ലറക്കാരനല്ല, എത്രയെത്ര എതിരാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 2 തവണ മാത്രമേ പരാജയം പറഞ്ഞിട്ടുള്ളൂ. ജയിക്കുകയാണെങ്കിൽ ഇത് 8ാമത്തെ തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ആയി പോകാൻ പോകുന്നത്. ഇതുവരെ ഇത്രത്തോളം എതിരാളികളെ കണ്ടതാണ് എന്ന് ചോദിച്ചപ്പോൾ CA അരുൺകുമാറിനെ പോലെ ഒരു എതിരാളിയെ കൊടിക്കുന്നിൽ സുരേഷ് ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത്. അരുൺകുമാറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പ്രചാരണത്തിൽ കൊണ്ടുവന്ന ഒരു വേഗതയുണ്ട്. അത് നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാനും സാധിക്കുന്നതായിരിക്കും. തുടക്കത്തിൽ ഒരു പക്ഷേ അവിടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പുതുമുഖം എന്ന തരത്തിൽ നിന്ന് ഇപ്പോൾ ആളുകൾക്കിടയിലേക്ക് അവരുടെ ഒപ്പം നിൽക്കാനുള്ള അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരാളാകുന്നുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഘടകങ്ങളും അവർക്ക് അനുകൂലമാകും എന്ന് ഓരോ ക്യാമ്പും വിശ്വസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്.
ഒരേ സമയം വിശ്വാസം, അതേ സമയം തന്നെ ആശങ്ക. അതാണ് മാവേലിക്കരുടെ പൊതുജീവിതം. ഏത് രണ്ട് മുന്നണിയും വിശ്വാസം അതല്ലേ എല്ലാം. ആരുടെ വിശ്വാസം? സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊരു അതിന് മുമ്പ്